ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെറിയ ചക്ക ഉണ്ടല്ലോ, അതായത് ഇടിച്ചക്ക എന്ന് പറയും, ചക്ക കണ്ടൽ എന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്. അത് ഒരു കഷ്ണം എനിക്ക് കിട്ടി, അതുകൊണ്ടുള്ള ഒരു തോരനാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ചുളയൊക്കെ വെച്ചു തുടങ്ങി, എന്നാലും ചക്കയുടെ കൊതി കൊണ്ട് ഞാൻ ഇതുകൊണ്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കുരുവൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കടിക്കും, അതുകൊണ്ടാണ്. അത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിൽ ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ച് മൂത്ത ചക്ക ആയതുകൊണ്ടാണ്, ഒരുപാട് അങ്ങ് ഇടിച്ചക്ക അല്ല ഇത്. അതുകൊണ്ടാണ് ഇങ്ങനെ വേവിക്കുന്നത്. ഒന്ന് ഊറ്റി കളയുമ്പോൾ കയ്പ്പ് ഉണ്ടെങ്കിൽ അങ്ങ് മാറിക്കോളും. മറ്റേ തീരെ ചെറിയ ചക്കയാണെങ്കിൽ നമുക്ക് ആവിയിൽ വേവിച്ചെടുത്താലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് ഒരു അരവ് തയ്യാറാക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ, പച്ചമുളക്, അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ, ജീരകം, ഒരു കഷ്ണം വെളുത്തുള്ളി വേണ്ടാത്തവരാണെങ്കിൽ അത് ഉപയോഗിക്കണമെന്നില്ല. അതൊന്ന് ചതച്ചെടുക്കണം. ഈ ചക്ക നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ഞെരടി യോജിപ്പിച്ചാൽ മതിയാകും. അപ്പോഴേക്കും നല്ല ഉടഞ്ഞു കിട്ടും. ഇത് മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട. മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് കുഴഞ്ഞു പോവും. എന്നിട്ട് അരപ്പും കൂടെ അതിലേക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് കടുകും മുളകും അതുപോലെ കറിവേപ്പിലയും ഉഴുന്നിന് പകരം ഞാൻ അരിയാണ് ഇടുന്നത്. പച്ചരി കുറച്ച് ഇട്ട് വറുത്തിട്ട് അതിലേക്ക് ഇത് തട്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. സാധാരണ ഇങ്ങനെയുള്ള ചക്കയ്ക്ക് അരി വറവാണ് എല്ലാവരും എടുക്കുന്നത്. ഉഴുന്ന് വറുത്തിടുന്നവരും ഉണ്ടാവാം, പക്ഷേ ഈ അരി വറുത്തിടുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ചക്ക വേവിച്ചത് ആ വറവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും എല്ലാം അതിൻ്റെ കൂടെ യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചെറിയ വീഡിയോ ആണ്, പക്ഷേ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഈ ചെറിയ മൂത്ത ചക്കയൊക്കെ ഇതുപോലെ ഉണ്ടാക്കാമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തത്.